വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. പാർലമെന്റ് പാസാക്കിയ ബില്ലിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. നിയമനം വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ ഉടൻ പുറത്തിറക്കും. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബില്ല്, അതിന്മേൽ രാഷ്ട്രപതി ഒപ്പുവെച്ച് അംഗീകാരം നൽകുക എന്നുള്ളൊരു സാങ്കേതികത്വം മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അതുകൂടി സംഭവിച്ചിരിക്കുന്നു. വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതിക്കാണ് രാഷ്ട്രപതി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. തുടർന്ന് അല്പസമയം മുമ്പ് കേന്ദ്ര നിയമകാര്യ മന്ത്രാലയം ഈ 2025 വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള, അതായത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച പശ്ചാത്തലത്തിൽ അതിലുള്ള വിജ്ഞാപനം, ആ നിയമം വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്നത്തെ തീയതി വെച്ചിട്ടാണ് ഈ നിയമം വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര നിയമകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ രാഷ്ട്രപതി ഇക്കാര്യത്തിൽ, അതായത് ഈ ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാർ ഇന്ന് വൈകിട്ട് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രപതി ഈ നിയമത്തിന് ഒപ്പുവെച്ചുകൊണ്ട് ആ നിയമം ആയി പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും നിയമം വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കുകയാണ് വേണ്ടത്. ആ ചട്ടങ്ങൾ രൂപീകരിച്ചതിന് ശേഷമാണ് ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഒന്നാമതായി, വേണമെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് ബ്രോഡർ കൺസൾട്ടേഷൻ നടത്താം. അതല്ല എങ്കിൽ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് തന്നെ ഈ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ 6 മാസത്തിനുള്ളിൽ രൂപീകരിച്ച് അത് നടപ്പാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഏതായാലും ഇനി ഈ ഇക്കാര്യത്തിൽ ഒരു നിയമ പോരാട്ടമായിരിക്കും നടത്താൻ വേണ്ടി സാധ്യത. സ്വാഭാവികമായും കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ ഈ വിജ്ഞാപനം ചോദ്യം ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതായിരിക്കും. സുപ്രീം കോടതിയെ അടുത്ത ആഴ്ചയോ അതല്ല എങ്കിൽ അതിന്റെ അടുത്ത ആഴ്ചയോ ഈ കേസ് പരിഗണിക്കുവാനാണ് സാധ്യത. ശരി, ബി ബാലഗോപാലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്തായാലും വഖഫ് നിയമം 1995 ആ നിയമം, അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 44 മാറ്റങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. അതിൽ 14 മാറ്റങ്ങളാണ് JPC അംഗീകരിച്ചിരിക്കുന്നത്. അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ള നിയമം ഭേദഗതി അതിപ്പോൾ നിയമമായിരിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുക കൂടി ചെയ്തതോടുകൂടി എന്തായാലും വലിയ പ്രതിഷേധം, നിയമ പോരാട്ടമൊക്കെ ഇനി ഉണ്ടാകും. വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിലൊക്കെ നമ്മളത് കാണുകയും വേണ്ടിവരും.